ഈ ഓണത്തിന് ഒരുപാട് കറികൾ ഉണ്ടാക്കുന്ന തിരക്കിൽ ഈ പാവത്തിനെയും കൂടി ഒന്ന് പരിഗണിച്ചേക്കണേ. അപ്പോൾ അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞ് ഇതിലേക്ക് 8 തല്ലി വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 5 ചെറുനാരങ്ങ ചെറു കഷ്ണങ്ങളാക്കി അരിഞ്ഞത്. ഇനി ഇതെല്ലാം എണ്ണയിലിട്ട് ഇളക്കി വഴറ്റി നാരങ്ങയെല്ലാം വഴണ്ടി വെന്ത് വരുന്നതാ ഈ ഒരു പരുവത്തിൽ തീ ഓഫ് ചെയ്യാം. ഇനി ഒരു പാനിലേക്ക് നാരങ്ങ വലുപ്പത്തിൽ ചെറിയ ഒരു ഉരുള വാളംപുളി കുതിർത്തി പിഴിഞ്ഞെടുത്ത പുളിവെള്ളവും ഒഴിച്ചു കൊടുത്ത് ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉലുവാപ്പൊടി, ചെറിയൊരു കഷ്ണം കായം, എരിവിന് ആവശ്യത്തിന് പച്ചമുളക്. ഇനി ഇതൊന്ന് ചെറുതായി തിളച്ച് വരുമ്പോൾ എണ്ണയിൽ വഴറ്റിയെടുത്ത നാരങ്ങയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ഈ കയ്പും എരിയും പുളിയും ഉപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ചെറിയൊരു കഷ്ണം ശർക്കരയും ചേർത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് വെള്ളമൊക്കെ കുറുകി വരുന്നതായി ഈ ഒരു പരുവത്തിൽ തീ ഓഫ് ചെയ്യാം. ഇനി താളിപ്പിനായി ഒരു പാനെടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഈ എണ്ണയൊന്ന് ചൂടായി കഴിഞ്ഞാൽ 1 ടീസ്പൂൺ കടുക്, കുറച്ച് വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ഇനി ഇതെല്ലാം എണ്ണയിലിട്ട് മൂപ്പിച്ച് താളിച്ചൊഴിച്ചു കഴിഞ്ഞാൽ സദ്യയിൽ വിളമ്പുന്ന നാരങ്ങ പുളിങ്കറി റെഡി. അപ്പോൾ ഈ ഓണത്തിന് ഒരുപാട് കറികളുടെ ഇടയിൽ ഇതും ഒന്ന് പരിഗണിച്ചേക്കണേ. അപ്പോൾ ഇതേപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിനെ ഈ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇത്തരം ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.